എനിക്ക് 13 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പയുടെ കൂട്ടത്തിൽ ചെറ്റ പൊളിക്കാനും ഒട്ടുപാല് പൊളിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടാണ് ഞാൻ വെട്ട് പഠിക്കുന്നത്. മദ്യപിച്ചിട്ട് വരുന്നവരെ ടാപ്പിങ്ങിന് എടുക്കാറില്ല. രാവിലെ കുടിച്ചിട്ട് തോട്ടത്തിലേക്ക് വെട്ടാൻ വന്ന് ഞാൻ വെട്ട് നടക്കില്ല. പണിക്കാർ വെട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും. അല്ലാണ്ട് പാടവും പറമ്പും പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം പുലർച്ചെ ഏകദേശം 3 മണിയോട് അടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണ്? നമ്മൾ സാധാരണ എല്ലാം പകൽ സമയങ്ങളിലാണ് എപ്പിസോഡുകൾ ചെയ്യാറുള്ളത് അല്ലേ? അപ്പോൾ ഇന്ന് എന്താണ് ഈ ഒരു സമയത്ത് ഞങ്ങളുടെ എപ്പിസോഡിൻ്റെ തുടക്കം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത. ഈ സമയത്ത് ജോലിക്കിറങ്ങുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇന്ന് പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ടാപ്പിംഗ് തൊഴിലാളികളാണിവർ. റബ്ബർ തോട്ടത്തിലെത്തി പുലർച്ചെ 2 മണിയോടെ തന്നെ ഇവരുടെ ജോലികൾ ആരംഭിക്കും. ആ ഒരു സമയം മുതൽ റബ്ബർ തോട്ടത്തിലേക്ക് എത്തി ടാപ്പിംഗ് ആരംഭിക്കുന്ന ഇവരുടെ ഒരു ദിവസത്തെ ജോലികളും അവരുടെ കാര്യങ്ങളും, ഈ ടാപ്പിംഗ് എങ്ങനെ ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ പാല് ലഭിക്കും, ഇത് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള റബ്ബർ ഷീറ്റായി മാറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പടവും പറമ്പും എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവരുടെ ഒരു ദിവസത്തെ കാഴ്ചകൾ അതാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ബ്രസീലിൽ നിന്നും കൊണ്ടുവന്ന വാണിജ്യവിളയാണ് റബ്ബർ. ഏകദേശം 25 മുതൽ 30 മീറ്റർ വരെ ഉയരത്തിൽ കരുത്തോടെ വളരെ വേഗത്തിൽ വളരുന്ന റബ്ബർ മരത്തിൻ്റെ തൊലി ടാപ്പ് ചെയ്താണ് വാണിജ്യ പ്രാധാന്യമുള്ള റബ്ബർ കറ എടുക്കുന്നത്. റബ്ബർ മരത്തിൻ്റെ ജീവിത ദൈർഘ്യം 100 കൊല്ലത്തോളമുണ്ടെങ്കിലും നല്ല വിളവ് തരുന്നത് 25 മുതൽ 30 വർഷത്തേക്കാണ്. ചൂടും ഈർപ്പവുമുള്ളതും വലിയ ഏറ്റക്കുറച്ചിലില്ലാത്ത ശീതോഷ്ണാവസ്ഥയോട് കൂടിയതും പ്രതിവർഷം 200 സെൻറ്റിമീറ്ററിൽ കുറയാതെ മഴ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളാണ് റബ്ബറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും യോജിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മീറ്ററിലധികം ഉയരമില്ലാത്ത സ്ഥലങ്ങളാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. നിരവധി പേർ ഇന്ന് റബ്ബർ ടാപ്പിങ്ങിലൂടെ കേരളത്തിൽ ഉപജീവനം കണ്ടെത്തുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നും വയനാട്ടിലെത്തി ടാപ്പിംഗ് ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് ജോബി. 33 വർഷമായി ഈ മേഖലയിൽ ഇദ്ദേഹം തുടരുന്നു. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പയുടെ കൂട്ടത്തിൽ ചെറ്റ പൊളിക്കാനും ഒട്ടുപാല് പൊളിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടാണ് ഞാൻ വെട്ട് പഠിക്കുന്നത്. എൻ്റെ അപ്പനാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ശരിക്കും കോട്ടയംകാരാണ്. ഞങ്ങൾ ഭരണങ്ങാനം കോട്ടയമാണ് ഞങ്ങളുടെ സ്വദേശം. ഇപ്പോൾ ഞങ്ങൾ 30 വർഷമായിട്ട് ഞങ്ങൾ തൃശ്ശൂരാണുള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞാൻ അങ്ങനെ വന്ന് നേരെ കർണാടകം പോയി. കർണാടകത്തിൽ നിന്നൊക്കെ പതിനൊക്കെ ഇറങ്ങി വീണ്ടും വയനാട്ടിലേക്ക് എത്തി. വയനാട്ടിൽ വന്ന് തോട്ടമൊക്കെ ഇങ്ങനെ ലീസിനെടുത്ത് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്തു പോകുന്നു. 33 വർഷത്തോളം പഴക്കമുണ്ട് വെട്ട് തുടങ്ങി പഠിച്ചിട്ട്. പുലർച്ചെ 2 മണിയോടെ റബ്ബർ ടാപ്പിംഗ് ജോലികൾ ആരംഭിക്കും. ഞങ്ങൾ രാവിലെ 2 മണിയാകുമ്പോൾ എണീക്കും. 2 മണിയാകുമ്പോൾ എണീറ്റിട്ട് ഒരു ചായയൊക്കെ വെച്ച് കുടിച്ച് അതിൻ്റെ വിലക്ക് തെച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ തോട്ടത്തിലേക്ക് 3 മണിയാകുമ്പോൾ ഞങ്ങൾ തോട്ടത്തിലേക്ക് ഇറങ്ങും. 3 മണിക്ക് തോട്ടത്തിലിറങ്ങിയ ഒരു 5:30 5:45 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ടാപ്പിംഗ് കഴിയും. പിന്നെ ഒരു 6:15 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തലേദിവസം വൈകുന്നേരം വെട്ടിയിടുന്നുണ്ട്. വൈകിട്ട് വെട്ടിയിടുന്നത് ഞങ്ങൾ രാവിലെ പോയി പാലെടുക്കും. അത് പാലെടുത്ത് ഒന്ന് ഉറച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഉറയ്ക്കും. അത് ഉറച്ചിട്ട് പിന്നെ അടുത്ത തോട്ടത്തിലേക്ക് പോകും.
രാവിലെ വെട്ടുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതുകൂടെ ഉറച്ച് വെച്ച് ഫ്രഷായിട്ട് കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഷീറ്റടി ആരംഭിക്കും. റബ്ബർ പാൽ ശേഖരിക്കുന്നതിനായി വളർച്ചയെത്തിയ റബ്ബർ മരത്തിന്റെ തൊലിയിൽ നിയന്ത്രിത രീതിയിൽ മുറിവുണ്ടാക്കുന്നതിനാണ് റബ്ബർ ടാപ്പിംഗ് എന്ന് പറയുന്നത്. റബ്ബർ തൈകൾ പറിച്ചു നട്ട് 7 വർഷം കഴിഞ്ഞതിന് ശേഷമേ മരങ്ങൾ ടാപ്പു ചെയ്യാൻ പ്രായമാവുകയുള്ളൂ. സാധാരണ തൈ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 100 സെന്റിമീറ്റർ ഉയരത്തിൽ 50 സെന്റിമീറ്റർ വണ്ണമെത്തുമ്പോഴാണ് ടാപ്പു ചെയ്യാൻ തുടങ്ങുന്നത്. ഏറെ വ്യത്യസ്തമായതും വൈദഗ്ധ്യം ആവശ്യമുള്ളതുമായ ഒരു വിളവെടുപ്പ് രീതിയാണ് റബ്ബർ കൃഷിക്കുള്ളത്. മരത്തിനെ ശരിയായ രീതിയിൽ നിയന്ത്രിതമായി മുറിവേൽപ്പിച്ചു വേണം ആദായമെടുക്കുന്നത്. മരത്തൊലിയിലെ റബ്ബർ പാൽക്കുഴലുകളിൽ നല്ലൊരു ഭാഗം മുറിഞ്ഞാൽ മാത്രമേ കറ കൂടുതൽ ലഭിക്കുകയുള്ളൂ. ഇതിനായി ഇടതുവശം ഉയർന്ന് വലതുവശം താഴ്ന്നിരിക്കത്തക്ക വിധത്തിലാണ് മരങ്ങളിൽ വെട്ടുചാൽ ഇടുന്നത്. തണുപ്പുള്ള സമയങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്നതാണ് പാൽ കൂടുതൽ ലഭിക്കാൻ അനുയോജ്യം. ഇതുമാത്രമല്ല, ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗത്തിലും ശ്രദ്ധ വേണം. തണുപ്പ് കൂട്ടി വെട്ടിയാൽ പാൽ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ 2 മണിയാകുമ്പം ഇറങ്ങുന്നത്. അപ്പോഴേ പാൽ കിട്ടുള്ളൂ. നേരം വെളുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടായി കാര്യങ്ങളാകുന്നതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങുന്നത്. എല്ലാ തോട്ടത്തിലൊന്നും നേരത്തെ പോകാൻ പറ്റില്ല. പനമരത്തേക്കൊന്നും അമ്മാനിയിലേക്കൊന്നും നേരത്തെ പോകാൻ പറ്റില്ല. അവിടെയൊക്കെ ആനയുടെ ശല്യം കാരണം നടക്കില്ല. അവിടെ ഞങ്ങൾ വൈകുന്നേരം 3:30-4 മണിയാകുമ്പോൾ പോയി വെട്ടിയിടും. പുലർച്ചെ പാലെടുക്കും. ഒരു 7 മണിയാകുമ്പോൾ പാലെടുക്കും. ഇവിടെ ഇപ്പം ഞങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം, തൃശ്ശൂർ, ഞങ്ങൾ കർണാടകത്തിലുണ്ട് ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ പോകുന്ന ഏത് പ്രാവശ്യം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മരുന്ന് തേച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മരുന്ന് തേക്കേണ്ട കാര്യം വരുന്നില്ല. ആവറേജ് നല്ല പാലുണ്ട് ഇവിടെ. അതുകൊണ്ട് മരുന്നിൻ്റെ ഒരു ഇത് വേണ്ട. പിന്നെ വെച്ചാൽ പരമാവധി മരത്തെ കൊള്ളിക്കാണ്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ പാൽ കിട്ടും. പാൽപ്പട്ട മുറിച്ച് വെട്ടിയാൽ പാൽ കിട്ടും. ഞങ്ങളിപ്പോൾ അങ്ങനെയാണ്. ഞങ്ങൾ ഒരു മരുന്നും തേക്കുന്നില്ല. ഒരു തോട്ടത്തിൽ ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കത്തി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കത്തി രാവിലെ തേച്ച് മൂർച്ച കൂട്ടി തന്നെ വേണം പോകാൻ. മൂർച്ചയില്ലാണ്ട് കത്തി കൊണ്ട് പോയി വെട്ടുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ വെട്ടാം. കൂലിക്കൊക്കെ വെട്ടുവാണെങ്കിൽ കത്തി തേക്കാണ്ട് പോയി വെട്ടിയാൽ മതി. പക്ഷെ പാല് കിട്ടണമെങ്കിൽ കത്തി തേച്ച് തന്നെ വെട്ടണം. ഈ പഴയ കത്തിക്ക് വെട്ടുന്നതും പുതിയ മെഷീൻ വന്നതിൻ്റെ ആയിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ കൊണ്ട് വെട്ടിയാൽ തടിയെക്കൂടി ആയിരിക്കും വരവ്. അത് ക്ലിയർ ആയിട്ട് വെട്ടാൻ പറ്റില്ല. ഒന്ന് കത്തി വെട്ടുമ്പോൾ വെച്ചാൽ പാൽപ്പട്ട മുറിച്ച് വെട്ടണമെങ്കിൽ കത്തി എടുത്ത് വെട്ടണം. ഈ മെഷീനാകുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് വെട്ടാൻ പറ്റത്തില്ല. ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ചാൽ ഇങ്ങനെ വലിച്ചു പോരാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വെട്ടുക പാല് കിട്ടുകയില്ല. അപ്പം മറ്റേ കത്തിയാണെങ്കിൽ നമുക്ക് എടുത്തെടുത്ത് വെട്ടുമ്പോൾ അതിന് പാല് കൂടുതൽ കിട്ടും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാണ്ട് പഴയ മറ്റേ വലിക്കത്തി ഉണ്ട് വരണം. അതുകൊണ്ട് വെട്ടിയിട്ടും കാര്യമില്ല. അത് ഈ പറഞ്ഞ പോലെ ചുമ്മായിട്ട് വലിക്കാന്നുള്ളേ ഉള്ളൂ. പാല് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ തോട്ടം ലീസിനെടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാ തോട്ടത്തിലെ പണിയും നമ്മൾ തന്നെ ചെയ്യണം. വളമിടുന്നത്, കാട് ക്ലീൻ ചെയ്യുന്നത്, തോട്ടം ക്ലീൻ ചെയ്യുന്നത് തൊട്ട് സകലം നമ്മൾ തന്നെ ചെയ്തു വേണം. അപ്പോൾ അത് മരത്തിൻ്റെ നമ്മളൊരു ആവറേജ് മരം നോക്കിയിട്ട് നല്ല മരമാണെങ്കിൽ നമ്മളൊരു 200 രൂപ തോതിൽ വിലക്കെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തോട്ടത്തിലും പരിപാടി നമ്മൾ തന്നെ ചെയ്യണം. അവരൊന്നും അറിയില്ല. അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു. തോട്ടത്തിലെ പണികൾ ഫുള്ള് നമ്മൾ ഏറ്റെടുക്കണം. മരത്തെ മരുന്ന് കേൾക്കാനോ വെട്ടി നശിപ്പിക്കാനോ ഒന്നും പറ്റുകയില്ല. അങ്ങനെയാണ് നമുക്ക് അവർ എഗ്രിമെൻറ്റ് തരുന്നത്. ഇവിടെ ഇപ്പോൾ വയനാട്ടിലായിരുന്നു ഞങ്ങൾ ചുരുക്കം ആൾക്കാർ മാത്രമേ വെട്ടി നിർത്തുന്നുള്ളൂ. കാരണം ഇവിടെ തണുപ്പുണ്ട്,
അതുകൊണ്ടായിരുന്നാണ് വരുന്നത്. താഴ്ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ വെട്ടി നിർത്തണം, കാരണം അവിടെ ചൂട് കൂടുതലാണ്. പിന്നെ മരത്തുമ്മേലേക്ക് മരുന്ന് തേക്കുക എന്ന് പറഞ്ഞാൽ പട്ട ചെയ്യുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റബ്ബർ കോട്ട് തേക്കുക മാത്രമേ ഉള്ളൂ മഴക്കാലം. വേറെ ഒന്നും പിന്നെ പ്രത്യേകിച്ച് ചെയ്യാറില്ല. പിന്നെ പട്ട കഴുകും, അതിന് മരുന്നുണ്ട്, അത് വെച്ച് പട്ട കഴുകി വിടും. അത് അങ്ങനെ കണ്ടിന്യൂ വെട്ടുവാണെങ്കിൽ, അതല്ലാണ്ട് വെട്ടുവാണെങ്കിൽ അത് ചെയ്യില്ല. പുതിയ മരം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ചിലർ വരച്ചിട്ട് ചെയ്യും, അല്ലാണ്ട് ചെയ്യുന്നവരുണ്ട്, രണ്ടായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു 30 വെട്ടല്ലേ 40 വെട്ടി നിർത്തിക്കും. റബ്ബർ പാൽ ശേഖരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഷീറ്റ് നിർമ്മാണമാണ്. ഗുണമേന്മയുള്ള റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഊന്നൽ നൽകേണ്ടത് വൃത്തിക്കും വെടിപ്പിനുമാണ്. കറ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്ന കത്തി, ചില്ല്, ചിരട്ട, തൊട്ടി, പാൽ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള പാത്രങ്ങൾ എന്നിവയെല്ലാം വൃത്തിയായിരിക്കണം. ശേഖരിച്ച റബ്ബർ പാൽ കരടും മറ്റ് മാലിന്യങ്ങളും നീക്കി നന്നായി അരിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കറ നേർപ്പിക്കണം. കറയിൽ കൃത്യ അളവിൽ തന്നെ ആസിഡ് ചേർക്കണം. പാൽ ഒഴിച്ചു വെച്ചിട്ടുള്ളതിൽ കരടും പൊടിയുമൊന്നും വീഴാതെ എപ്പോഴും മൂടി വയ്ക്കണം. അടിച്ചെടുത്ത ഷീറ്റുകൾ ശുദ്ധജലത്തിൽ നന്നായി കഴുകണം. റോളറുകൾക്ക് ചുറ്റും ധാരാളം വെള്ളം ഒഴിച്ചു കഴുകി വൃത്തിയാക്കി വയ്ക്കണം. വൃത്തിയായി സൂക്ഷിക്കുന്ന പുകപ്പുരയിൽ ഷീറ്റുകൾ ശരിയാം വിധം പുക കൊള്ളിച്ച് ഉണക്കണം. ഇവിടെ നമ്മളിപ്പോൾ തോട്ടത്തിൽ നിന്ന് പാലെടുത്ത് നമ്മൾ വണ്ടിമേൽ വീട്ടിലേക്ക് ഷീറ്റ് എത്തിക്കുകയാണ്. അവിടെ വീട്ടിൽ തന്നെയാണ് മെഷീൻ വരെയും ട്രാക്ടർ എല്ലാം ഉള്ളത്, അവിടെ തന്നെയാണ്. ഉറക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെയാണ്, മെഷീനോ കാര്യങ്ങളെല്ലാം അവിടെയാണ് ഉള്ളത്. അവിടെ കൊണ്ടുപോയി നമ്മൾ അവിടെ ഉറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് അടിക്കുന്നത്. എല്ലാ മെഷീനുമേലും നമ്മൾ മോട്ടർ വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ കറക്കി എത്തിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് എല്ലാ മെഷീനിലും മോട്ടർ വെച്ചിരിക്കുകയാണ്. മോട്ടറിന്മേലാണ് നമ്മൾ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം. നമ്മളിവിടുന്ന് തോട്ടത്തിൽ നിന്ന് പാൽ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളവിടെ അരിക്കുകയാണ്. അരിപ്പയിൽ അരിച്ച് ഉറച്ചതിന് ശേഷം 2.5 ലിറ്റർ പാൽ വെച്ചാണ് നമ്മൾ ഊറ്റുന്നത്. ഒരു ഷീറ്റിന് വേണ്ടിയിട്ട് 2.5 ലിറ്റർ പാൽ ഊറ്റും. പിന്നെ അതിലേക്ക് വേണ്ട 1 ലിറ്റർ വെള്ളം. അത് മഴക്കാലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടും, വേനലാണെങ്കിലും വെള്ളം കൂട്ടി കുറയ്ക്കും. ചില സമയത്ത് മാത്രം വെള്ളം കുറയ്ക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിന് കൊഴുപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് വെള്ളം കുറച്ച് ചെയ്യും. പിന്നെ അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ വെള്ളം കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. 1.5 ലിറ്റർ വെള്ളമൊക്കെ കൂറ്റേണ്ടി വരും. അത് ഒരു 700 ഗ്രാം 750 ഗ്രാം വരെ വരുന്ന ഷീറ്റാണ് നമ്മൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ അടിച്ചു, അവിടെ തന്നെയാണ് പോപ്പരയും കാര്യങ്ങളെല്ലാം ഉള്ളത്. അവിടെ ഷീറ്റ് ഉണക്കി 4 ഷീറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഫുള്ള്. വന്യമൃഗശല്യവും കൂലിക്കുറവും
ലഹരി ഉപയോഗവും റബ്ബർ ടാപ്പിംഗ് മേഖലയെ പിന്നോട്ടടിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആത്മാർത്ഥതയോടെ അധ്വാനിക്കുന്ന നിരവധി തൊഴിലാളികൾക്ക് നല്ലൊരു ഉപജീവന മാർഗം കൂടിയാണ് റബ്ബർ ടാപ്പിംഗ് മേഖല. ഇപ്പോഴത്തെ ടാപ്പിംഗ് എന്നുള്ള കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എല്ലായിടത്തും ഒരു 3 രൂപയെങ്കിലും വെച്ച് കൂലി കിട്ടിയെങ്കിലും മുതലാവുള്ളൂ. ഇല്ല, മുതലാവില്ല. കാരണം ഇവറ്റുകൾ ഈ രാത്രിയിൽ എല്ലാവരും, ഞങ്ങളടക്കം എല്ലാവരും ഈ രാത്രിയിൽ എണീറ്റ് പണിത് കിട്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 750 രൂപ, ചിലപ്പോൾ 900 രൂപയായിരിക്കും കിട്ടുന്നത്. ഇതിൽ ചിലവും കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് വലിയതൊന്നും പിടിക്കാൻ കഴിയില്ല. അതെല്ലാവരും പല സ്ഥലങ്ങളിലാണ് വന്ന് കിടക്കുന്നത്. എല്ലാവരും ഒരിടത്തല്ലല്ലോ. ഒരു 3 രൂപയെങ്കിലും വെച്ച് മിനിമം കൂലി കിട്ടണം, എങ്കിലേ മുതലാവുള്ളൂ. അല്ലെ മുതലാവത്തില്ല അത്. പിന്നെ ഉടമസ്ഥന്മാർ എത്രയോ പേര് കാശ് കൊടുക്കാത്തവരാണെന്നറിയോ, പറ്റിക്കുന്നവർ എത്ര പേരാണെന്നറിയോ, പെട്ടുപോകുന്നവരുണ്ട്. 40,000 രൂപ വരെ കൊടുക്കാനുള്ളവരെ നമുക്കറിയാം. പണിക്കാർ പെട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും. അല്ലാണ്ട് അതിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് പറയണം, അല്ലാണ്ടൊന്നും ആവില്ല. ഞങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പയ്യൻ പാലെടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് ടാപ്പിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് ഒട്ടുപാൽ വിളിക്കാനും ചിരട്ട വിളിക്കാനൊക്കെ ആയിട്ട് കൂടെ നടക്കുന്നു. ഇപ്പോൾ ഈ ഒരാഴ്ചയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ പതിനെ പഠിപ്പിക്കാൻ തുടങ്ങും. കത്തി ഒരെണ്ണം എടുത്ത് കൊടുക്കുക, കൊള്ളുകാലത്തെ മരങ്ങൾ കിടപ്പുണ്ട്, അതുമേലെ പതിനെ തുടങ്ങി പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മദ്യപിച്ചിട്ട് വരുന്നവരെ ടാപ്പിങ്ങിന് എടുക്കാറില്ല. അപ്പോൾ ഞാൻ ഒരു 3-4 പേരെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. രാവിലെ കുടിച്ചിട്ട് തോട്ടത്തിലേക്ക് വെട്ടാൻ വന്ന് ഞാൻ വെട്ട് നടക്കില്ല. പിന്നെ വെട്ടുന്നത് ശരിയല്ലെന്ന് തോന്നിയാൽ നമ്മൾ പറഞ്ഞു വിടും. കാരണം നമ്മുടെ മരം അല്ലെങ്കിൽ വേറൊരാളുടെ മരമാണെങ്കിൽ നമ്മൾ നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്നും നമ്മളത് പറഞ്ഞു വിടും. ഇപ്പോൾ തന്നെ ഞാൻ അടുത്തൊരു 3 പേരെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം അവർക്ക് വെട്ടറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവരിതുപോലെ പാലെടുക്കാൻ പോയിട്ടുള്ള ആൾക്കാരാണ്, സഹായത്തിന് പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് വെട്ടാൻ അറിയത്തില്ല. അങ്ങനെ വരുന്ന 3 പേരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് പോകുന്നത്. അങ്ങനെ വരുന്നവരെ നമ്മുടെ കൂടെ നമ്മൾ നിർത്തില്ല. ജോബിയുമായി ടാപ്പിംഗ് സംശയങ്ങൾ ചോദിച്ചറിയാൻ വിളിക്കേണ്ട നമ്പർ 97 45 56 22 00. അപ്പോൾ ഇന്ന് നമ്മൾ ടാപ്പിംഗ് തൊഴിലാളികളുടെ ഒരു ദിവസമായിരുന്നു പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തിയത്. രാവിലെ 3 മണിയോടെയാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. ഏകദേശം വൈകിട്ട് 6 മണിയോടെയാണ് ഈ ഷീറ്റ് അടിച്ച് തീരുന്ന അവരുടെ ഒരു ജോലി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ജോബി ചേട്ടനെയും ജോബി ചേട്ടൻ്റെ കൂടെ ഒപ്പമുള്ള ആളുകളെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നമ്മളൊരു രാവിലെ 3 മണി എന്നുള്ള സമയം നല്ല തണുപ്പത്ത് നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്നൊക്കെ സമയമാണ്. ആ സമയത്ത് ഈ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് എത്തി ജോലി തുടങ്ങുന്ന ഇവർ വൈകിട്ട് ഒരു 6 മണി വരെയുള്ള ഒരു വലിയ പ്രയത്നമാണ് ഇതിൻ്റെ ഒരു പുറകിലുള്ളത്. ഈ ഒരു ഷീറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ വലിയൊരു അധ്വാനമുണ്ട് ഇവരുടെ. ഈ ഒരു അധ്വാനത്തിൻ്റെ ചിലപ്പോൾ പലപ്പോഴും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂലി ഒക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കിടയിലുള്ള വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വയനാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം ചെറിയൊരു രീതിയിലാണെങ്കിൽ പോലും ഇവരെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മേഖലയിൽ പലപ്പോഴും വരുന്ന ലഹരിയുടെ ഉപയോഗമൊക്കെ ഈ മേഖലയെ ചെറുതായിട്ട് ഈ തൊഴിലാളികളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് മാറ്റി വെച്ച് നല്ല രീതിയിൽ എല്ലാ തൊഴിലാളികളും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഇടയിൽ ചിലരൊക്കെ ഈ ലഹരി ഉപയോഗിച്ചിട്ടൊക്കെ ജോലി ചെയ്യാൻ വരുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ പലരും ജോലിക്ക് വിളിക്കാതെ ആയി പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു മേഖലയിൽ കുറച്ച് തൊഴിലാളികളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് അവരുടെ ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അതും ഈ ഒരു മേഖലയെ പിന്നോട്ടടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബർ ഷീറ്റിൻ്റെ വിലയും, ആ ഒരു റബ്ബർ ഷീറ്റിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ലീസിനെടുക്കുന്നവർക്ക്, അതേപോലെ ടാപ്പിംഗ് തൊഴിലാളികളാണെങ്കിലും ചെറുകിട റബ്ബർ തോട്ട ഉടമകളാണെങ്കിൽ പോലും അവർക്ക് ഈ റബ്ബറിൻ്റെ വില കൂടിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടാക്കണം എന്തായാലും. അപ്പോൾ ഇവരെ പോലുള്ള ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ എന്തായാലും നമുക്ക് വേണം. കാരണം എല്ലാ ജോലികളും ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇവരും ഈ ഒരു 3 മണിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരൊരു ഉപജീവനത്തിന് വേണ്ടി തന്നെയാണ് ഇതിനു വേണ്ടി ഇത്രയൊരു കഷ്ടപ്പാട് ഒക്കെ ആയിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ അതിനൊരു ഉപജീവനത്തിന് വേണ്ടി, വീട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി, അല്ലാതെ നമുക്ക് വെറുതെ ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഒരിക്കലും പുലർച്ചെ 3 മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്യാൻ ഒരാളും നിൽക്കില്ല. പക്ഷേ അത് ഒരു ഉപജീവനം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യവും. അപ്പോൾ എന്തായാലും പാടവും പറമ്പും പ്രേക്ഷകർക്ക് ഇന്ന് ഞങ്ങൾ വളരെ വ്യത്യസ്തമായൊരു കാഴ്ച സമ്മാനിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ്
എപ്പിസോഡ് നമ്മൾ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ വയനാട് വിഷൻ്റെ യൂട്യൂബ് പേജിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അതിൻ്റെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ജോബി ചേട്ടൻ്റെ നമ്പറും ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് റബ്ബർ ടാപ്പിങ്ങുമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുക. അപ്പോൾ പാടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.